പിന്നെ സതീഷോ, നീ ഗൾഫിലോട്ടെങ്ങാണ്ട് പോന്നെന്ന് ഞാനൊന്ന് അറിഞ്ഞല്ലോ. നീ പറഞ്ഞാണോ? അമ്മാവ അത് വെറുതെ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാ. അല്ല, നീ ഗൾഫിൽ പോവാണെങ്കിലേ എല്ലാം കൂടെ ഒന്ന് കൊണ്ടുപോകണം. എന്നാത്തിനാ? എനിക്ക് അവിടെ പോയി ആ ബുർജ് ഖലീഫ ഒന്ന് കാണണം. വലിച്ച് അമ്മാവ, ബുർജ് ഖലീഫ കാണാൻ ഗൾഫിലോട്ട് പോകേണ്ട കാര്യമില്ല. ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ മതി, എല്ലാ ഖലീഫമാരെയും കാണാം. അമ്മാവതിനെ എന്നായി നോക്കുന്നേ? നീ അല്ലേ പറഞ്ഞ ബുക്കുകൾ ഓപ്പൺ ചെയ്യാൻ? എന്റെ പൊന്നെ, ബുക്കുകളല്ല, ഗൂഗിൾ നെറ്റ്. ഓ, നെറ്റിയോ? അല്ലമ്മോ, നെറ്റിക്കെന്തൊരു പാടെന്താ? മക്കളെ, പ്രായമൊക്കെ ആയില്ലയോ? രക്തദൂഷ്യത്തിന്റെയാ. രക്തദൂഷ്യത്തിന്റെ അല്ല, നിങ്ങളുടെ സ്വഭാവ ദൂഷ്യത്തിന്റെ. ഇമാതിരി സ്വഭാവം അല്ലടാ. നീ അങ്ങനെ പറയരുത്. നിനക്ക് താമസിക്കാൻ സ്ഥലമില്ലപ്പോ നിന്നെ എന്റെ തറവാട്ടിക്കൊണ്ട് ഞാൻ താമസിപ്പിച്ചതാ, അറിയാവോ? കാര്യം നീ എന്തറിഞ്ഞിട്ടാടാ ഈ പറയുന്നത്? ഇങ്ങനെ തറവാട് എന്ന് പറഞ്ഞ എന്നാന്നറിയാവോ? അതുകൊണ്ട് അവിടെ 4 ചീനിക്കമ്പ് നാട്ടി വെച്ചേക്കുന്നുണ്ടോ? അതിനകത്ത് എന്റെ അമ്മച്ചിയുടെ സാരി ചുറ്റി വെച്ചിരിക്കുന്നതാ ഇങ്ങനെ തറവാട്. അപ്പുറത്തെ മുറിയിൽ ഞാനും അമ്മച്ചിയും കിടക്കും, ഇപ്പുറത്ത് ഈ അമ്മാവനും കിടക്കും. രാത്രി മൂത്രം ഒഴിക്കാൻ വെളിയിട്ട് ഇറങ്ങുമ്പോഴാ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അതെന്താടാ, മൂത്രത്തിൽ കല്ലെന്നോ? മൂത്രത്തിൽ കല്ലെന്ന് ഇങ്ങനെ നെഞ്ചത്തി ഒട്ടിക്കൊണ്ട് വേണടാ വെളിയിട്ട് ഇറങ്ങാൻ. നെഞ്ചത്തി ഓടിക്കോ, കുഴപ്പമില്ല, പക്ഷെ വൈദ്യുതി ഓടരുത്, കല്ല് പൊട്ടിപ്പോവും. അതും പോരാഞ്ഞിട്ട് അതിനേക്കാളും വലിയ രസം എന്നാണെന്നറിയാവോ? ഒരു വിശേഷ ദിവസം വന്നു കഴിഞ്ഞാൽ, കല്യാണമോ വിശേഷമോ വന്നു കഴിഞ്ഞാൽ ഈ തറവാട് സഞ്ചരിക്കുന്ന തറവാടായി മാറൂടാ. നിനക്ക് എന്റെ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു തരാൻ പറ്റുമോ? അമ്മാവന്റെ ഏത് ആഗ്രഹം സാധിച്ചു തരണ്ടേ പറ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അവയവം എനിക്കൊന്ന് ദാനം ചെയ്യണം. ദൈവമേ, ഇത്രയും വർഷത്തിനൊടുവിൽ ഈ തിരുവായിൽ നിന്ന് നല്ലൊരു വാക്ക് കിട്ടിയടാ. അമ്മാവ, ദാനം ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ കണ്ണും നാക്കും ആർക്കും ദാനം ചെയ്യും. റാണിമോൾ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരത്തില്ല. റാണിമോളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടത്തിലാ. അവൾക്ക് ഈ പിള്ളേരുണ്ടാകത്തതിന് അമ്പലം തോറും വഴിപാടും നേർച്ചയായിട്ട് ഇങ്ങനെ നടക്കുവോ? അവൻ എന്തുവാടാ ജോലി? അളിയൻ പട്ടാളത്തിൽ മിസൈൽ വിടില്ല, 10 വർഷമായില്ലേ. നീ അവളോട് ആദ്യമേ പറ, അവൻ ആദ്യമേ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു നേർച്ച നേരാൻ. പോകണം, പക്ഷെ അമ്മാവനെ ഒഴിവാക്കിയല്ലേ പോക്ക് നടക്കുള്ളൂ. അമ്മാവൻ അടിക്കുവോ? അമ്മാവൻ അടിക്കുമോ? സൂപ്പറായിട്ട് അടിക്കും. അടിച്ച് അമ്മായിയുടെ കൈ 4 ഒടിച്ച ആളാ. കള്ളടിയും ഒന്നുമില്ല, അതൊന്നും പറയല്ലേ. എന്റെ പൊന്നെ, നിത്യ ബ്രഹ്മചാരിയാ. ആണോ? ആ ബ്രഹ്മചാരിക്കാണ് 3 മക്കള്. നീയൊക്കെ ഇങ്ങനെ കുടിച്ചും പെടുത്തും ഒക്കെ നടന്നോ കേട്ടോ? നിന്റെയൊക്കെ ഈ പ്രായത്തിലേ ഞാൻ എന്തുമാത്രം ജോലി ചെയ്താന്നറിയാവോ? ഇപ്പോഴും എന്നെ ഒന്ന് നോക്കിക്കേ, എനിക്ക് എന്തോ ആരോഗ്യമാന്ന്. അമ്മാവാ, എന്താ മക്കളെ ഇതാ പറയുന്നത്, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുമെന്ന്. മക്കളെ, എന്തോ എന്നെ പോലെ ഒരു 100 വർഷം നിങ്ങൾ ആരോഗ്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം കേട്ടോ. അമ്മാവാ.